തൃശൂർ വടക്കാഞ്ചേരിയിൽ കൂറുമാറ്റത്തിന് CPM 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തെന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രന്റെ വെളിപ്പെടുത്തൽ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തണ്ടുവിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ കോഴ വാഗ്ദാനം ലഭിച്ചെന്ന് ലീഗ് സ്വതന്ത്രൻ EU ജാഫർ പറയുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. 50 ലക്ഷം രൂപ വാങ്ങി ലൈവ് സെറ്റിൽ ചെയ്യാനാണ് തന്റെ തീരുമാനമെന്നാണ് EU ജാഫർ പറഞ്ഞത്. വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയോട് പറയുന്നതാണ് ഫോൺ സംഭാഷണം. അത് നമുക്ക് ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ കിട്ടി പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ലോ. പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് 50 ലക്ഷം രൂപയുടെ ഓഫർ ഉണ്ട്, അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ്. ഇതാണ് അവൻ പറയുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ടോസ് ഇടണോ? ഞാൻ ടോസ് ഇട്ടാൽ ഞാൻ ആവാൻ പറ്റില്ല. ഒരു സംശയത്തിൽ വേണ്ട, CPMന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു എമൗണ്ട്. കാരണം കരുവന്നൂർ ഭാഗത്ത് ഇപ്പോൾ ഓരോന്നും കണ്ടുകൊണ്ട് വരികയാണ്. ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ സത്യമായിട്ടാണ്. കാരണം ഇവർക്കിത് നിലനിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇവരിത് എന്തായാലും ഇങ്ങനെ ഒരു നല്ലൊരു പ്ലാൻ, നല്ലൊരു ടീം ഇതിന് ബാക്കിലുണ്ട്. പിന്നെ അവൻ പറഞ്ഞ പത്രസമ്മേളനത്തിൽ തെറ്റ് പറ്റിയതാണ്. ഇതിലെന്താണ് തെറ്റ് പറ്റാനുള്ളത്? ഒരു പേപ്പറിൽ 2 പേരുണ്ടാവുക, നബീസ അതുപോലത്തെ ഷാനവാസ്. അതൊന്ന് ടിക്ക് ചെയ്യാൻ വേണ്ടുള്ളൂ, മടക്കിയിട്ടിടുക. ഇതിലെന്തൊരു തെറ്റ് പറ്റല്? LDFനും UDFനും 7 അംഗങ്ങൾ വീതമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ കൂറുമാറി LDFനാണ് വോട്ട് ചെയ്തത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതിലൂടെ ഭരണം LDFന് കിട്ടി. അടുത്ത ദിവസം അംഗത്വം രാജിവെച്ച് ജാഫർ മുങ്ങിക്കളഞ്ഞു. കോൺഗ്രസിന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോമിനേഷൻ പേപ്പർ എഴുതി കൊടുക്കല്ലോ ചെയ്യുന്നത്, പിന്താങ്ങലും അതുപോലെ തന്നെ നിർദ്ദേശിക്കലുമാണ് ചെയ്യുന്നതല്ലോ. അപ്പൊ ആ സ്ഥാനാർത്ഥി പിന്നെ ഷാനവാസിനെ പിന്തുണച്ചതിന് ശേഷം വോട്ട് മാറ്റിയാണ് ചെയ്തത്. ഇത് വളരെ നിസ്സാരമായ കാര്യമല്ല. എന്റെ ചുമതലയിൽപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് പോകുമ്പോൾ അത് എന്നെ കൂടി വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായി അന്വേഷിച്ചത്. ഇതിനകത്ത് വളരെ കൃത്യമായും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയും അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ഇവരാണ് ഒരു എരുമപ്പെട്ടി കേന്ദ്രീകരിച്ചുള്ള സ്കൂളിൽ വെച്ച് ഇതിന്റെ ഓപ്പറേഷൻ നടന്നും പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അതിന്റെ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ഫോൺ സന്ദേശമാണ്. ആ ഫോൺ സന്ദേശം പുറത്തുവിടണമെങ്കിൽ സ്വാഭാവികമായ ഒരു ക്രൈമിന്റെ ഭാഗമാകണം. ഞാനൊരു നിയമസഭാ സാമാജികനായിരുന്ന ഒരാളെന്ന രീതിയിൽ നിയമപരമായ പരിരക്ഷയും സുരക്ഷയും ഉറപ്പുവരുത്തിയാണ് ഞാൻ ഇതിലേക്ക് കടന്നത്. ആരെയും ചാക്കിട്ട് പിടിക്കാൻ LDFില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് പ്രതികരിച്ചത്. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡൻ്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIMനില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. വരട്ടെ. ഞങ്ങൾക്ക് ഈ 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് എല്ലാവരും അറിയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിന്നിൽ പ്രശ്നമുള്ളൂ. നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. ആ നിലപാടാണ് സ്വീകരിച്ചത്. ഇനിയും ഏതെങ്കിലും രീതിയിൽ അവിടെ അത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ CPM കോഴ വാഗ്ദാനം ചെയ്തു എന്ന് വെളിപ്പെടുത്തിയ ലീഗ് സ്വതന്ത്രൻ ജാഫർ ഒളിവിൽ പോയി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ജാഫറിനെ കുറിച്ച് ഒരു വിവരവുമില്ലെന്നാണ് നാട്ടുകാരും വീട്ടുകാരും പറയുന്നത്. സൂര്യ സജി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുത്ത ജാഫറിൻ്റെ വീട്ടിലാണ്. അതിനുശേഷം ഈ ജാഫർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF പാനലിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. പക്ഷേ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ വീട്ടിലേക്കടക്കം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ മാർച്ചടക്കം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം തുടരെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ജാഫർ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതിനിടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ എത്തുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി രാജിവെക്കുകയും മാധ്യമപ്രവർത്തകരോട്
സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം എങ്ങോട്ടാണ് ജാഫർ പോയത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് പല ആവശ്യങ്ങൾക്കായി അവരൊക്കെ വരുന്ന സമയത്ത് ഈ ജാഫറിനെ കണ്ടിട്ടില്ല, അതായത് വീട്ടിലുണ്ടായിരുന്നില്ല ജാഫർ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും ആ വീട് പൂർണ്ണമായും അടഞ്ഞ നിലയിലാണുള്ളത്. ഇവിടെ മറ്റു ബന്ധുക്കളുണ്ട്. ഇപ്പോൾ രാവിലെ ഈ വാർത്തകളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ വീട് പൂട്ടിയിട്ട നിലയിലാണ്. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവരെ ബന്ധപ്പെട്ടിരുന്നോ ജാഫറിനെ? അതിനെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ കാര്യത്തിനും പഞ്ചായത്തിൻ്റെ ലീവിലായാലും ഇവിടെ നാട്ടിലായാലും വീടിൻ്റെ ആവശ്യത്തിനായാലും പിന്നെ വഴിയുടെ ആവശ്യത്തിനായാലും നമ്മൾക്കൊരു ആനുകൂല്യം കിട്ടാറില്ല. അപ്പം ആളിപ്പോൾ ഇവിടെ ഇല്ലല്ലേ കുറച്ച് ദിവസം? ആളിവിടെ ഇല്ല. പിന്നെ ആൾക്കാർ അവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവങ്ങനെ ചതിക്കുമെന്ന് ആർക്കും അറിയില്ല. അത് വലിയൊരു അനുഭവമായി മാറിപ്പെട്ടു. ഒരു പഞ്ചായത്ത് ഇപ്പോൾ ആകെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ മാറി വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചില്ല? അത് ആരും അറിഞ്ഞില്ല. അത് ഓർക്കാപ്പുറത്തൊരു പടക്കം പൊട്ടിയ പോലെ ഉണ്ടായിരുന്ന സംഭവം. അത് തന്നെയാണ് നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് അവർക്കും ഒരു ഞെട്ടലാണുള്ളത്. കാരണം ലീഗിന്റെ സ്വതന്ത്രൻ എന്ന നിലയ്ക്കാണ് ജാഫർ ഇവിടെ മത്സരിക്കുന്നത്. പക്ഷേ എതിർപ്പാളയത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും ജാഫർ നിലവിൽ വീട്ടിലില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.